ഇന്നലെയും ഇന്നും മെനഞ്ഞാന്നും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. സാർ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുമുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇങ്ങനെ ഇകഴ്ത്തേണ്ടതിൻ്റെ കാരണം എന്താണ്? നോക്കൂ, നിങ്ങൾ ഒരുമിച്ചല്ലേ മോദിയെ നേരിടാൻ പോകുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംശയിക്കുന്നു. രാഹുൽ ഗാന്ധി എന്താണ് സിഐക്കെതിരെ സംസാരിച്ചത് എന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. കോൺഗ്രസ് BJPക്ക് ചൂട്ടുപിടിക്കുകയാണെന്ന് പറയുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടതാണെന്ന് പറയുന്നു. അതാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ട വിഷയം? അതും ഈ തെരഞ്ഞെടുപ്പിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഇവിടെ വന്ന വാദഗതികൾ കൂടി പരിശോധിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം വളരെ ബോധപൂർവമായി മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. ആ മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയതിൻ്റെ ദുരന്തം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേരളം അനുഭവിച്ചതാണ്. മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കി ഞങ്ങളാണ് BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചാമ്പ്യന്മാർ എന്ന് വാദമുന്നയിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ കോൺഗ്രസും UDFും ശ്രമിക്കുമ്പോൾ വസ്തുതകൾ ചൂണ്ടിക്കാട്ടാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഈ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താ? നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, BJPയുടെ ഗവൺമെൻറ് പ്രതിസന്ധിയിലകപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം ആ ഗവൺമെൻറ്റിനെയും BJPയെയും സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയമായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വസ്തുതയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ CAA ഇവിടെ നമ്മളിവിടെ സംസാരിച്ചല്ലോ, ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അവരുടെ അവകാശവാദം. ആ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടെന്ത്? ആലോചിച്ചിട്ട് രാത്രി പറയാം. പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ഈ നിലപാട് എടുത്തിട്ടുള്ളതാണ്. പാർലമെന്റിൽ കോൺഗ്രസ് തന്നെ ഈ പൗരത്വ ഭേദഗതിയുടെ വിഷയത്തിൽ വോട്ടിനിട്ടത് തള്ളണമെന്ന് ആവശ്യപ്പെട്ടതാണ്, വോട്ട് ചെയ്തതാണ്. അപ്പോൾ നിരന്തരം മാധ്യമപ്രവർത്തകർ വർഗീയമായ താല്പര്യത്തോടു കൂടി ഇത് ചോദിക്കുന്നുവെന്നാണ് രാജ്ഭവൻ. മാധ്യമപ്രവർത്തകർക്ക് വർഗീയമായ താല്പര്യം എന്താണ് കോൺഗ്രസിന്റെ പക്ഷം? കോൺഗ്രസിന്റെ പക്ഷം അങ്ങനെ വിചാരിക്കുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, ഇത് മാത്രമല്ല ഏതെല്ലാം ഘട്ടങ്ങളിൽ ഗൗരവമായ പ്രശ്നം ഉയർന്നു വരുമോ ആ ഘട്ടങ്ങളിലെല്ലാം ഒട്ടകപ്പക്ഷി നയം സ്വീകരിക്കുന്ന പാർട്ടിയാണ് എന്നതാണ്. നോക്കൂ ഷജീർ, വളരെ ഗുരുതരമായൊരു രാഷ്ട്രീയ ആരോപണമാണ്. അതിന് മറുപടി പറയുന്നതിനോടൊപ്പം എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു. വലിയ ആവേശമായിരുന്നു, സംശയമൊന്നുമില്ല. വലിയ റോഡ് ഷോ ആണ് നമ്മൾ കണ്ടത്. 5 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം പോകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ഇന്ന് 2 കൊടികളും വയനാട്ടിൽ കണ്ടില്ല. എന്തേ സാർ? അല്ല, രാഹുൽ ഗാന്ധി കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൊടിയും ലീഗിന്റെ കൊടിയും മറച്ചു വെച്ചൊരു മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയുമില്ല. അത് പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആ റാലിയുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റർ ആയിരിക്കും, അത് പ്ലക്കാർഡുകളായിരിക്കും ഉയർത്താൻ പറഞ്ഞത്. അത് ഈ ചർച്ച എന്തുകൊണ്ട് നമ്മൾ ചില വസ്തുതകളോട് കണ്ണടച്ചു പോയിട്ട് കാര്യമില്ല. ലീഗിന്റെ പച്ചക്കൊടി, CAA വിഷയം, ഇതെല്ലാം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നുള്ള ഭയം കൊണ്ടാണ് CAA വിഷയത്തിൽ സംസാരിക്കാത്തത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇറങ്ങും പച്ചക്കൊടി കാണരുതെന്ന് ആഗ്രഹിക്കുന്നത്. ഒരു നയവുമില്ല, കൊടി ഉയർത്താൻ സമ്മതിച്ചില്ല. ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. അന്ന് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ചാനൽ ലീഗ് പ്രവർത്തകർ പറഞ്ഞു കൊടി ഉയർത്താൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് വെറുതെ ആധികാരികമായി ഞാൻ ആധികാരികമായി എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കൊടി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൊടി ഉയർത്തണ്ട എന്നൊരു നിർദ്ദേശം കൊടുത്തായിട്ട് പറയും. അങ്ങനെ പറയാൻ കഴിയില്ല. ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ പോയപ്പോൾ ലീഗിന്റെ കൊടി എല്ലാ കൊടിയുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഞാൻ ചോദിക്കും, പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അതിനപ്പുറത്ത് ഞാൻ പറയട്ടെ, ഇവിടെ ഒരു മുന്നണിയാണ് മത്സരിക്കുന്നത്. മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്, മുന്നണിക്ക് ഒരു ചിഹ്നമുണ്ട്. അതാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇവിടെ കൊടിയുടെ നിറം നോക്കിയല്ല വോട്ട് ചോദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, CA പോലൊരു വിഷയം ഉയർത്തിപ്പിടിക്കുമ്പോൾ ദേശീയ തലത്തിൽ നിങ്ങൾ ഭയക്കുന്നു. ഒരു ഭയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, CA പോലുള്ള വിഷയത്തിൽ അതിശക്തമായി സമരം നടത്തിയ നാട് കേരളമാണ്. ആ സമരം നടത്തിയവർ കേരളവും ഇന്ത്യയിലും എല്ലാം അതിശക്തമായി സമരം നടത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. CA അടക്കം സമരം ചെയ്തവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് വരേണ്ട വന്നു. ഇവിടെ RSSനെതിരെ, സംഘപരിവാറിനെതിരെ പോരാടുമെന്ന് പറഞ്ഞവരുടെ ആത്മാർത്ഥതയും കപടതയും നമുക്ക് പുറത്തു പറയാനുള്ള സമയം തരണം. അത് വഴിതിരിച്ചു വിട്ടിട്ട് കാര്യമില്ല. ഞാൻ CA സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് മൃദു സമീപനം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമുക്കറിയാം CA അടക്കമുള്ള വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുത്തപ്പോൾ തടങ്കൽ പാളയം ഇവിടെ ആരും അറിയാതെ ഉണ്ടാക്കിയ ആളാണ് പിണറായി വിജയൻ. നമുക്കറിയാം ഇന്നലെ ഞാൻ ഈ വിഷയം RV രാജേഷിന്റെ മുന്നിൽ അത് തെറ്റാണെന്ന് തെളിയിച്ചതാണ്. അത് തടങ്കൽ പാളയമാണോ?
ഞാൻ ചോദിക്കട്ടെ, അല്ല, അതാണ് നോക്കൂ. ആണ് തടങ്കൽ പാളയമാണ്. ഒരു സംശയം എന്താണ് തടങ്കൽ പാളയത്തിന്റെ ലക്ഷ്യം? അത് പ്രേക്ഷകർ കൂടി മനസ്സിലാക്കാനാണ്. ആവർത്തിച്ച് നമ്മൾ വസ്തുത ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ക്രമവിരുദ്ധമായി ഇതിനകത്ത് വരുന്നവരെ അതാണ് ഏതിനകത്ത് ഈ രാജ്യത്തിനകത്ത് കടന്നു വരുന്നവരെ. അങ്ങനെയല്ല, വിസയുടെ കാലാവധി കഴിഞ്ഞവരോ രാജ്യത്ത് നിയമവിരുദ്ധമായി നോക്കൂ, നമ്മുടെ ഈ സംസ്ഥാനത്തോ തിരുവനന്തപുരത്തോ ഏതെങ്കിലും തരത്തിൽ കാലാവധി കഴിഞ്ഞിട്ടുള്ള വിദേശ പൗരന്മാർക്ക് അവരുടെ നാട്ടിൽ നോക്കൂ സാർ, കേൾക്കൂ, ആ വിദേശത്തേക്ക് കടക്കുന്നതിന് മുൻപ്, വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അവരെ പാർപ്പിക്കാനുള്ളൊരിടം ഇത് ഏത് വകുപ്പിന് കീഴിലാണെന്ന് അറിയാമോ? സാമൂഹ്യനീതി വകുപ്പ്. പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്തില്ല? ഹൈക്കോടതി ഉത്തരവാണ് ഇത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് വന്ന ഉത്തരവാണ് സാർ. നോക്കൂ, അതിന് തടങ്കൽ പാളയം കേന്ദ്രത്തിന്റെ കൃത്യമായ നിർദ്ദേശമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും തടങ്കൽ വേണമല്ലോ. തടങ്കൽ പാളയമല്ല. നോക്കൂ, 2019 ഇത് 2016 ശേഷമാണ്. അത് ആദ്യപടിയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ മുമ്പോട്ട് വെക്കാൻ പോകുന്നത്? ഇതുപോലുള്ള ഞാൻ NRC അടക്കമുള്ള ബില്ലുകൾ പാസ്സാക്കിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ രാജ്യത്തെ പൗരന്മാരെ വേർതിരിച്ചിട്ട് ഈ രാജ്യത്ത് കടക്കാൻ അനുവാദമുണ്ടോ ഇല്ല? അപ്പൊ താങ്കൾ പറയൂ ഒറ്റ കാര്യം. അല്ല, നോക്കൂ, നമ്മുടെ വിസ കാലാവധി കഴിഞ്ഞിട്ട് മാലിയിൽ നിന്നുള്ള ഒരു പൗരൻ കേരളത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അല്ല, ഞാൻ അത് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം അയാളെ? തടങ്കൽ പാളയത്തിൽ ഇടണം. ഞാൻ ചോദിക്കുന്നത് അതൊരു തുടക്കമാണ്. എന്ത് ചെയ്യണം അയാളെ? തടങ്കൽ പാളയമല്ല, സ്ഥലങ്ങളുണ്ടല്ലോ. ഇതെന്താണ് പറയുന്നത്? ഇല്ലീഗൽ സാമൂഹ്യ നീതി വകുപ്പിലാണ്, ജയിൽ വകുപ്പിലല്ല സാർ. കാലാവധി കഴിയുന്നത് ഞാൻ ചോദിക്കട്ടെ, ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. നിയമവിരുദ്ധമായി നുഴഞ്ഞു കയറുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു ചോദ്യം